ലക്ഷദ്വീപിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മുടെ വോയേജർ ഗ്രാമിന്റെ ഡ്രീം ലക്ഷദ്വീപ് പാക്കേജിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നത്. പല തരത്തിലുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ അടുത്ത ഒക്ടോബർ മുതലാണ് ഇവിടെ എക്സാക്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് മെയ് 14 തീയതിയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഈ സമയത്ത് ഇപ്പം ഇന്നലൊക്കെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ മഴ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉണ്ടോ ഇപ്പോൾ കടലിന്റെ കളർ ഉണ്ടോ നിങ്ങൾ? കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ഓരോ ഇത് വേറെ ലെവലാണ്. ഇവിടുത്തെ കളർ ഉണ്ടോ? ഈ തലക്ക് കണ്ടോ വൈറ്റ് സാൻഡ്, നേരെ കുറച്ച് താഴെ അതായത് ഡാർക്ക് ടോൺ. ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം അത് കാണാൻ പറ്റുന്ന അറിയില്ല. അപ്പുറത്തൊക്കെ ഫുള്ള് നമുക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻസിയിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നമുക്ക് മീനുകൾ പോകുന്നതും താഴെ സാധനങ്ങൾക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാക്കേജ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു ഫാമിലി പാക്കേജ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമൈസ്ഡ്, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ്, നിങ്ങളുടെ ഒരു ഫാമിലി, നിങ്ങളുടേതായിട്ടുള്ളൊരു ഗ്രൂപ്പിന്റെ കൂടെ വേണ്ട, നിങ്ങൾ ഒറ്റക്കുള്ള ഒരു പ്രൈവറ്റ് ട്രിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ്. അതായത് നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് തിരിച്ച് എയർപോർട്ടിൽ എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് പാക്കേജ്. അതായത് നിങ്ങൾക്ക് വേണ്ട 3 നേരത്തെ ഭക്ഷണം, ഇവിടെ 3 നൈറ്റും 4 ഡേയ്സും കവർ ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷന്, ഫുഡ്, ഇവിടെ മെയിനായിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഉണ്ടോ, ഈ ബനാന സ്കൈ, ബനാന ഡൈവ്, അതുപോലെ തന്നെ റൈഡ്, അതുപോലെ തന്നെ കയാക്കിങ്. ആളുകൾ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കയാക്കിങ്, സ്കൂബ ഡൈവിങ്, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ഇൻ ദ വേൾഡ്, ലെറ്റ്സ് സേ ലൈക്ക് ദാറ്റ്. ആൻഡ് സ്നോർക്കലിങ്. പിന്നെ രാത്രി നിങ്ങൾ ഫിഷിങ്ങിനൊക്കെ റെഡിയായുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ കൂടെ പോയിട്ട് ഫിഷിങ് ചെയ്തിട്ട്, ഫിഷിങ് വേറെ വൈബാണ്, മീൻ കുത്തിപ്പിടിക്കും, എന്നിട്ട് അത് എന്ത് ചെയ്യും, നമ്മളിവിടെ വന്നിട്ട് ഗ്രില്ല് ചെയ്യുന്ന പരിപാടികൾ, അതൊക്കെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് വരുന്ന സാധനങ്ങളാണ്. അങ്ങനത്തെ അതായത് ഇങ്ങനത്തെ കംപ്ലീറ്റ് പരിപാടി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിൽ ആക്കി തരുന്നതിനുള്ള കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് വരാം. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോവുകയാണെങ്കിൽ മാക്സിമം 28,000 to 35,000 ആണ് ഇതിന്റെ എമൗണ്ട് വരാം. ഇനി അതല്ല, നിങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്തോളാം. ഇപ്പം നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, റൂംസ്, അതായത് റൂംസ് പറഞ്ഞാൽ ഹോട്ടൽ, അത്യാവശ്യം നല്ല റിസോർട്ടുകളാണ്. അപ്പോൾ അവിടെ ഇതിന്റെ സൈഡിലൊക്കെ റിസോർട്ട് ഉണ്ട്. ഇതൊരു റിസോർട്ടാണ്. നേരെ രാവിലെ എണീറ്റ് ബാൽക്കണിക്കുള്ള ടൈപ്പ് സംഭവം, നേരെ ഇറങ്ങുന്നത് നമ്മളെ കടലിന്റെ കാഴ്ചകളാണ്. അപ്പുറത്ത് വേറെ കുറെ ഹൗസ് ഇതേപോലത്തെ റിസോർട്ട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ ഫോട്ടോസൊക്കെ അയച്ചിരും, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 28,000 35,000 വരെയാണ് എമൗണ്ട് വരിക. ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ സ്കൂബ ഡൈവിങ് ഒരു 3,500, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കയാക്കിങ് സംഭവങ്ങളാണെങ്കിൽ ഒരു 300 രൂപ മുതൽ, അതുപോലെ ബോട്ട് റൈഡ്, ഫിഷിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫിഷിംഗ് പെർ ഹെഡ് 1000. രാത്രി ഇവരുടെ കൂടെ മീനൊക്കെ പോയിട്ട് പിടിച്ചിട്ട് അത് നമ്മളെ കൊണ്ട് പിടിപ്പിക്കും, അവർ കുത്തിപ്പിടിക്കും. അത് എക്സ്പെർട്ട് ആയ ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റും. ആ മീൻ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് അൺലിമിറ്റഡ് മീൻ കഴിക്കാം. 1000 രൂപ ഒരാൾക്ക് വരുള്ളൂ. രാത്രി നിങ്ങളുടെ ഫാമിലിയോടൊക്കെ ഇപ്പോൾ അവർ ഒരു ബീച്ചിൻ്റെ ഇവിടെ, ലഗൂൺ ബീച്ചിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നൈറ്റ് ലൈഫിൽ അടിപൊളിയായിട്ട് മീനൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തേതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കേജ് വരുന്നത് 28 to 35. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ സെയിം പാക്കേജ്, അതായത് നിങ്ങളുടെ ഗ്രൂപ്പ്, നിങ്ങളുടെ ആളുകൾ മാത്രം, നിങ്ങൾ 2 പേര് ഒറ്റക്കാണെങ്കിലും അങ്ങനെ ഒരു ലോ ബഡ്ജറ്റ് പാക്കേജാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ഹോം സ്റ്റേകൾ അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 20,000 to 28,000 ഇൻ ബിറ്റ്വീൻ. ഫ്ലൈറ്റിന് ഈ ഇൻ ബിറ്റ്വീൻ പറയുന്നത് 2 എമൗണ്ട് പറഞ്ഞില്ല, ഏറ്റവും ലീസ്റ്റും മാക്സിമം എമൗണ്ട് പറഞ്ഞ ഫ്ലൈറ്റിന്റെ റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ പറഞ്ഞ ഫ്ലൈറ്റ് പാക്കേജ് ആട്ടോ. അങ്ങനെ വരുമ്പോൾ 20 to 28,000 ആണ് ഇത് വരാം. പിന്നെ പീക്ക് സീസൺ ആണെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യും, നമ്മളത് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കും. വോയേജർ ഗ്രാം എക്സ്പ്ലോറേഴ്സ്. ഓക്കെ. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് വരുന്നത്, ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളവിടെ ഗൈഡ് ചെയ്യാൻ നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. ആളായിരിക്കും നിങ്ങളുടെ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ, എല്ലാ സംഭവം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവനുണ്ടാവും. അതായത് നിങ്ങളെ ഓരോ റൈഡുകൾ ചെയ്യിപ്പിക്കാൻ, ഗൈഡ് ചെയ്യാൻ, ഫോട്ടോസ് എടുക്കാനൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള, ഇപ്പോൾ നമ്മൾ കശ്മീരും ഡൽഹിയും പഞ്ചാബും ഒക്കെ സ്ഥിരമായിട്ട് പാക്കേജ് എടുക്കുന്നതാണ്. പക്ഷെ അവിടെയുള്ള ഗൈഡുമാരെ പോലെ ആവില്ല. നമ്മൾ ഇവിടുന്ന് മലയാളികളിൽ തന്നെ ഗൈഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയോ? നമുക്കൊരു 500-600 രൂപ കൊടുത്ത് നമ്മുടെ ഗൈഡുമാരെ കിട്ടും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിനോടുള്ള ഡീലിങ് കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കില്ല. ഇനി അവർ ക്ലിയർ ആണെങ്കിലും കമ്മീഷൻ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോകും. അവർക്ക് വളരെ വൃത്തിയായിട്ടൊരു ഫുഡുള്ള സ്ഥലമാണെങ്കിൽ അവർക്ക് 1000 രൂപ കമ്മീഷൻ കിട്ടാൻ അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവിടുത്തെ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. കംപ്ലീറ്റ് പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരിക്കും ഇത്. 3 നേരത്തെ ഭക്ഷണം, വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, അതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഇതാണ് ബനാന സ്കൈ
ബനാന റൈഡ് കണ്ടോ ആണോ, അത് സ്പീഡ് ബോട്ട് മുന്നിൽ പോവും, ബാക്കിൽ നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യും. അതൊക്കെ ഒരു ഫാമിലി ആയിട്ടും ഗ്രൂപ്പൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കിഡിലൻ ജബർജസ്ത് ആയിട്ടുള്ള മസ്റ്ററി ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഇവിടെ എല്ലാം. കടലിന്റെ ഭംഗി നിങ്ങൾക്ക് കൺകുളിർക്കെ കാണണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് വന്ന് കാണേണ്ട സ്ഥലം ലക്ഷദ്വീപ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഏത് തരത്തിലുള്ള പാക്കേജുകളും അവൈലബിൾ ആണ്. ഹോം സ്റ്റേ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ കസ്റ്റമൈസ്ഡ് ഇതേപോലെ റിസോർട്ട് ടൈപ്പ് മാത്രമാണെങ്കിൽ നിങ്ങൾ നോക്കണമെങ്കിൽ, അതായത് നിങ്ങളുടെ ഒരു ഹണിമൂൺ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇനി വേറൊരു കാര്യം, ഇവിടെ സീസൺ വരുന്നത് സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയാണ് അല്ലേ? സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയാണ് ഇത് വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് മെയ് ആണ്. ഇനി ഇത് വരുന്നത് മൺസൂൺ സീസൺ ആണ്. മൺസൂൺ സീസണിൽ കടൽ ശോഭിക്കും, കടൽ ഒന്നുകൂടെ റഫ് ആവും. ഇപ്പൊ കൂളായിട്ട് നിൽക്കുകയാണ്, റഫ് ആവും. ഈ റഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് സ്കൂബ ഡൈവിംഗ് ഒന്നും ചെയ്യാൻ പറ്റൂല. സ്കൂബ ഡൈവിംഗ് കടലിന്റെ അടിയിലുള്ള അദൃശ്യജാലകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ, അദൃശ്യജാലങ്ങളുടെ വേർഡ് കറക്റ്റ് എനിക്ക് അറിയില്ല, പക്ഷെ അത്ര മൈൻഡ് ബ്ലോയിങ് എന്നുള്ള വേർഡൊക്കെ ചിലപ്പോൾ ഈ ഒരു കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരിക്കും. അത്ര കിഡിലും എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഗോവയിലൊക്കെ സ്കൂബ ഡൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതേപോലെ ഇവിടെ ഇപ്പൊ ഞാൻ കാണാത്തത് പാരാസെയിലിംഗ് ആണ്. പാരാസെയിലിംഗ് ഇവിടെ ഉണ്ടോ? പാരാസെയിലിംഗ് മാത്രമേ ഇപ്പോൾ ഇവിടെ കാണാത്തുള്ളൂ. വാട്ടർ ആക്ടിവിറ്റീസ് ബാക്കി കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു പ്രൈവറ്റ്, ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യാനോന്റെ ഒക്കെ ഒരുപാട് ഇടയ്ക്ക് വീഡിയോസിൽ കാണണമല്ലോ, ഒരു പ്രൈവറ്റ് ബോട്ട് സെറ്റപ്പിൽ അവരുടെ ഫാമിലി മാത്രം പോയിട്ട് അവരെങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുണ്ട്. അതിന് കുറച്ച് എമൗണ്ട് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ടാവും, അതും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ സാധാ പാക്കേജിൽ വരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ബോട്ട് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളൊരു പ്രൈവറ്റ് ഗൈഡിന്റെ കൂടെ നിങ്ങൾ മാത്രം എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബാക്കിയുള്ള എല്ലാ ഏജൻസികളെ അപേക്ഷിച്ചിട്ട് നമുക്ക് തരാൻ പറ്റുന്ന ഫ്ലൈറ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെ കിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഉള്ള നമ്മുടെ കൂടെ വരുന്ന ഗൈഡുമാര് അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഫുഡ് ആവട്ടെ എന്ത് സംഭവം ആകട്ടെ എല്ലാ റിസോർട്ടിലും കിട്ടുന്ന പോലെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം അങ്ങനെയുള്ള നമുക്ക് ആ ഒരു പരിപാടി നടക്കുള്ളൂ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്താൻ പറ്റും, ഒരു ലൈഫിലെ ഒരു യാദൃച്ഛിക എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഏത് തരം പാക്കേജുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതിന് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഇവിടുത്തെ പെർമിറ്റ് കിട്ടാനാണ്. അതിന് മുന്നേ PCC പെർമിറ്റ് എടുക്കണമെങ്കിൽ PCC വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് തുണ എന്ന വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പൊ തന്നെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കി, തുണ പോലീസിന്റെ ആപ്പ് ഉണ്ട്, അതുണ്ടാവും PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതിന്റെ പർപ്പസ് ലക്ഷദ്വീപ് വിസിറ്റ്, അത് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ഇനി അത് കഴിയൂലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ നിങ്ങൾ അടുത്തുള്ള ഓൺലൈൻ സെന്റേഴ്സ് പോയിട്ട് അത് അപ്ലൈ ചെയ്യുക, അത് സെറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടേക്ക് വരാനുള്ള യാത്ര സുതാര്യമായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ PCC നിങ്ങൾ നമുക്ക് അയച്ചുതരാം. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, ഫോട്ടോ സംഭവങ്ങൾ അയച്ചുതരാം. ബാക്കി കാര്യങ്ങൾ നമ്മുടെ അടുത്താണ്. പിന്നെ നിങ്ങൾ പറയുന്ന ഡേറ്റ് എന്ത് ചെയ്യും, PCCയും അതുപോലെ തന്നെ പെർമിറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് ഡേറ്റ് ആണോ നോക്കുന്നത് ആ ഡേറ്റിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു തരും. ബാക്കി ഇവിടെ 3 നൈറ്റ് 4 ഡേയ്സ് ഉള്ള ഒരു മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ എന്തായാലും മറക്കാനാവാത്ത ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഈ ലക്ഷദ്വീപിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വെണ്ടക്ക അക്ഷരത്തിൽ 7736524326 ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, അതും ഈ ലക്ഷദ്വീപിലേക്ക്.